എത്ര ആളുകൾക്കാണ് ഇടങ്ങേറുണ്ടായിത്തീരുന്നത്. രാത്രി എന്ന് പറയുന്നത് എന്ന ആയത്ത് ഓതുമ്പോഴേ പരിസരത്ത് ഇങ്ങനെ നടക്കുന്നു ഒരു കല്യാണം. ആ കല്യാണത്തിന് കൊണ്ടുപോകുന്ന സൗണ്ട്സിന് സെറ്റിങ്സിന് ഈ ഒച്ച മതിയാവൂല. മതിയാവോ? മതിയാവില്ല. അതാ പറഞ്ഞു മതിയാവില്ല. നിങ്ങളൊന്ന് ആലോചിക്കാണ്. ഒരൊറ്റ മനുഷ്യൻ അതുകൊണ്ട് ഇടങ്ങേറുണ്ടായാല് പോയില്ലേ ആ സംഗതികൾ മുഴുവനും. ഒരാൾക്ക് ഇടങ്ങേറുണ്ടായാൽ എത്ര പ്രായം ചെന്ന ആൾക്കാർ, എത്ര ചെറിയ കുട്ടിയെ ഉറക്കാൻ കിടത്തുന്ന ഉമ്മമാര്, ചെറിയ കുട്ടികൾക്ക് പാലെടുത്ത് ഉറക്കാൻ കിടത്തുന്നവര്, എത്ര പ്രായമുള്ളവര്, എത്ര അസുഖബാധിതരായ ആൾക്കാര്. ബുദ്ധിമുട്ടാക്കാൻ പാടില്ല, ഒരാളെ ഇടങ്ങേറാക്കാൻ പാടില്ല. അതിനെന്തൊരു പേരുമില്ല. എന്ത് സെറ്റാണ്? അതന്നെ DJ. ഇനി വേറെന്തെങ്കിലും പേരിടാന്നല്ലേ. ഞെട്ട് മുട്ടും കൊട്ടും കരവയും പാടില്ല. പാകത്തിന്, പാകസമയത്ത് പാകത്തിന്. ഉള്ളാക്കിട്ട് ഓവറായ സൗണ്ടിലാണെങ്കിൽ അത് ഏതും പാടില്ല. മദ്ഹാണെങ്കിൽ പോലും ശബ്ദം ഓവറാകാൻ പാടില്ല. പാകത്തിന്. മദ്ഹൊക്കെ അതിന്റെ പാകത്തിന് നടക്കും. ഉസ്താമാരൊക്കെ വന്ന് പാകത്തിന് ദ്വാരന്ന് പോകും. പിന്നുള്ള കുട്ടിക്കലാശ തയ്ച്ചൂടാത്തത് പാടില്ല, അനുവദിക്കാൻ പാടില്ല. രക്ഷിതാക്കൾ അവിടെ അതിനുവേണ്ടി അതിന്റെ മട്ടത്തിൽ പ്രവർത്തിക്കണം. അങ്ങനെയൊക്കെ പഴയ കാലത്ത് ഒരു കുടുംബത്തിൽ ആ രൂപത്തിൽ പറയാൻ പറ്റുന്ന നല്ല ചങ്കൂറ്റുള്ള ഏതെങ്കിലും ഒരു രക്ഷിതാവ്, ഒരു വാപ്പുണ്ടാകും. ആ ഒരു വാപ്പാക്കുള്ള ദീർഘായുസിനായിരിക്കും എല്ലാവരും ദ്വാരക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു നന്മ കാരണം ആ കുടുംബം മൊത്തം ആ വഴിയിൽ നല്ല മട്ടത്തിൽ പോകും. ഇപ്പൊ ആ പരിസരത്തുകാരും വരുന്നില്ലല്ലേ. എല്ലാവരോടും ഉറങ്ങാൻ പറയണം. നിങ്ങളൊക്കെ ഉറങ്ങിക്കൂടി, നേരം വെളുക്കുമ്പോൾ സുബൈന്റെ മുമ്പ് വിളിക്കാം. ഞങ്ങൾക്ക് ഇവിടെ സ്വകാര്യ ചില പരിപാടി ഉണ്ട്. അങ്ങനെ ഒരു സ്വകാര്യ പരിപാടിക്ക് ഒതുക്കാൻ പാടില്ല. അവിടെ എല്ലാവരും പങ്കെടുത്ത പരിപാടി തന്നെ മതി. ഇതിനാ പിന്നൊരു കുട്ടിക്കലാശ അവിടെ അത് പാടില്ല. ഇടങ്ങേറുണ്ടാക്കാൻ പാടില്ല. മറ്റുള്ളവർ കണ്ടിട്ട് അറുപ്പും വെറുപ്പും തോന്നുന്ന രീതിയിൽ എന്തൊക്കെയോ സംസ്കാരങ്ങൾ എവിടുന്നൊക്കെയോ കെട്ടിക്കൂട്ടിയത് കടമെടുത്ത് കൊണ്ടുവന്നിരിക്കാം. അതൊന്നും ഒരു മുസ്ലിമിന്റെ കല്യാണ രാത്രിയോടും മറ്റും ചേർന്നതല്ല. അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചൊരു ഭംഗിയായ രൂപഭാവങ്ങളുണ്ട്. അതിലൂടെ മാത്രം നിർവഹിക്കേണ്ടതാണ്. അതിലപ്പുറം ഒന്നും പാടില്ല.